പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. മനഃശാസ്ത്രം അഥവാ സൈക്കോളജിയിലൂടെ നമ്മളൊരു യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 6ാമത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ സൈക്കോളജി എന്താണെന്ന് ഒരു ആമുഖം നമ്മൾ പറഞ്ഞു. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞു. വ്യക്തിത്വം കഴിഞ്ഞ് ഉടനെ നമ്മൾ 3ാമത്തെ ക്ലാസ്സിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ചിന്തകൾ, പെരുമാറ്റങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, അത് സ്ഥായിയായിട്ട് നിൽക്കാത്ത അവസ്ഥയാണ് വ്യക്തിത്വ വൈകല്യം എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു മനസ്സിലാക്കി. നമ്മുടെ ചിന്തകൾ, പെരുമാറ്റങ്ങൾ, നമ്മുടെ വികാരങ്ങൾ എപ്പോഴും സ്ഥായിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമെന്നും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. വ്യക്തിത്വ വൈകല്യങ്ങളെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ഗ്രൂപ്പുകളിലും കൂടി 10 തരക്കാരുടെ വ്യക്തി വൈകല്യങ്ങൾ, 10 തരത്തിലുള്ള വ്യക്തി വൈകല്യങ്ങളുണ്ടെന്നും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. അതിൽ 1ാമത്തെ ഗ്രൂപ്പിലെ 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാരനോയിഡ് പേഴ്സണാലിറ്റി, സംശയ രോഗ വൈകല്യം, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് അകന്നു നിൽക്കുന്ന സ്വഭാവമുള്ള വൈകല്യം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി അഥവാ വിചിത്രമായ ചിന്തകളാകുന്ന വൈകല്യമാണ്. അപ്പോൾ 1ാമത്തെ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹ ജീവിതത്തിൽ ഇടപഴകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാതിരിക്കുക, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, വികാരങ്ങളൊന്നും പ്രതികരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് സങ്കടം ഉണ്ടായാലോ സന്തോഷം ഉണ്ടായാലോ അതൊന്നും പ്രകടിപ്പിക്കാത്തൊരവസ്ഥ. ഈ 3 അവസ്ഥകളാണ് പൊതുവായിട്ട് 1ാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ കാണാൻ സാധിക്കുക. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, സമൂഹമായിട്ട് ഇടപഴകാതിരിക്കുക, അതുപോലെ ഒരു വികാര പ്രകടനവും ഇല്ലാത്ത അവസ്ഥ. അതിൽ സംശയരോഗം എന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിചിത്രമായ ചിന്താ രീതികളുള്ള ഒരു വൈകല്യം, അതായത് സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രമായിട്ടുള്ള ചിന്തകളാണ്. നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചതുപോലെ തങ്ങൾക്ക് ടെലിപ്പതി ഉണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സാധിക്കും, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ സാധിക്കും, അസാധാരണമായിട്ടുള്ള ശക്തികളുണ്ട്. 2 സ്ത്രീകളാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്നേക്കുന്നത്. ഒരു സ്ത്രീ എപ്പോഴും പറയും അവർക്ക് എല്ലാം സാധിക്കും, മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് വായിക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. അപ്പം അതൊരു യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു സ്ത്രീയാണെങ്കിൽ എപ്പോഴും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അച്ഛൻ ഞാനത് അവിടെ കണ്ടു, ഞാനിതിവിടെ കേട്ടു, എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, അത് ഇന്നാൾ ചെയ്ത പ്രവൃത്തിയാണ്. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അത് മറ്റുള്ളവരിലേക്ക് കാണുന്നതും കേൾക്കുന്നതൊക്കെ അവർ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്താണ്? കേൾക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കും. അതാണ് വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് വ്യക്തിത്വ വൈകല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ സമൂഹത്തിന് അത് അസ്വസ്ഥതയുണ്ടാക്കുമ്പോഴാണ് അത് വ്യക്തി വൈകല്യമായിട്ട് തീരുക. ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വ്യക്തി വൈകല്യം എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയെ ചുറ്റി നിൽക്കുന്ന എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നായിട്ട് തീരുമ്പോഴാണ്. എന്താണ് ഇതിന് കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഒരു കാരണം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇപ്പം മാനസിക രോഗം, സ്കിറ്റ്സോഫ്രേനിയ എന്നറിയാമല്ലോ, മനസ്സിനെ വിഭജിക്കുന്ന, അതായത് മുറിക്കുന്ന ഒരവസ്ഥ. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സ്കിറ്റ്സോഫ്രീനിയ പോലുള്ള മാനസിക രോഗങ്ങളുള്ള
അവരുടെ കുടുംബത്തിനും ഇങ്ങനെ വിചിത്രമായ ചിന്തകൾ ഉത്ഭവിക്കാം. പിന്നെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ, അങ്ങനൊരു സാഹചര്യത്തിലൊക്കെ വളർന്നു വരിക. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ മന്ത്രവാദവും അതിനോടനുബന്ധിച്ചൊക്കെ ചില കുടുംബങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബ സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സമൂഹത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കേൾക്കുന്നത് മുഴുവൻ ഇത് തന്നെയാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് അവൻ്റെ ബ്രെയിനിലേക്ക് ഇതെല്ലാം അങ്ങനെ പതിയെ കയറും. ബ്രെയിനിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. ബ്രെയിൻ ഇലാസ്റ്റിക് ആണ്. എന്ത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, എന്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുവോ, അത് അതുപോലെ തന്നെ പിടിച്ചടക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ബ്രെയിൻ, തലച്ചോറിനുള്ളത്. അപ്പോൾ വിചിത്രമായ ചിന്തകളുള്ള മാതാപിതാക്കൾ, വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളുള്ള സഹോദരങ്ങൾ, ഈ വിചിത്രമായിട്ടുള്ള ചിന്തകളും വിശ്വാസങ്ങളും, അതുപോലെ ടെലിപ്പതി എനിക്കുന്നുണ്ട്, എനിക്ക് മറ്റുള്ളവർ മനസ്സ് വായിക്കാൻ സാധിക്കും, ഇങ്ങനെയൊക്കെ എപ്പോഴും ഒരു കുടുംബത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കുട്ടി കേൾക്കുന്നത് മുഴുവനും എന്താണ്? ഈ വിചിത്രമായിട്ടുള്ള ചിന്തകളാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവനറിയാതെ തന്നെ അവൻ്റെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലൊക്കെ കയറിപ്പറ്റും. പിന്നെ ഇവനും ചിന്തിക്കും, അല്ലെങ്കിൽ ഇവളും ചിന്തിക്കും, എനിക്കും അതുപോലെ കഴിവുകളൊക്കെ ഉണ്ട്. മറ്റൊരാൾ പോകുമ്പോൾ എനിക്ക് അവരുടെ ചിന്തകൾ, അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റുള്ളവരുടെ മനസ്സെനിക്ക് വായിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ചില സമൂഹങ്ങളിലൊക്കെ ഇപ്പം കൈനോട്ടക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ വകതിരിച്ച് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ മണിച്ചിത്രത്താഴിലൊക്കെ വിചിത്രമായിട്ടുള്ള ചിന്താഗതിയൊക്കെ അല്ലേ, അത് ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് പേഴ്സണാലിറ്റി തന്നെ വരുന്ന ഒരു വിഘടനമാണ്. അപ്പം അതൊന്നുമല്ല കേട്ടോ, ഇത് സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. വിചിത്രമായ ചിന്തകളായിരിക്കും, വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കും. അതായത് എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ ബുദ്ധി അതുപോലത്തെയാണ്, ഇങ്ങനെയുള്ള വിചിത്രമായ ചിന്തകളാണ്. ഇത് വളരെ ദോഷമായിട്ട് സമൂഹത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിയുടെ ജീവിതം നമുക്കറിയാമല്ലോ, വലിയ ആരുമായിട്ടുള്ള ഇടപഴകലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ. പിന്നെയാണെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതമാണല്ലോ. പിന്നെ അങ്ങനെ വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു വിഭാഗമാണല്ലോ. അതുകൊണ്ട് വളരെ ദോഷകരമായിട്ട് ഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി സമൂഹത്തിന് ഒരു ഉപകാരവും നൽകുകയില്ല എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ 2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ 2-3 വ്യക്തികൾ. പക്ഷേ നമുക്കറിയാം, നമുക്കവരെ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം കുട്ടിക്കാലത്ത് ഉണ്ടായ അവരുടെ ജീവിതാനുഭവങ്ങളായിരിക്കും. ഇനി പാരമ്പര്യമായിട്ടും ലഭിച്ചതായിരിക്കാം. പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെ വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള, എനിക്കൊരു സ്ഥലത്തെക്കുറിച്ചറിയാം. ആ സ്ഥലത്ത് ആരും പോവില്ല, പ്രത്യേകിച്ച് അവിടെ അവരുടെ വിശ്വാസം ഒരു അത്തരത്തിലുള്ളതാണ്. ആ കുടുംബങ്ങളിലേക്കൊന്നും ആരും പോവില്ല. പിന്നെ ഒരൊറ്റപ്പെട്ട ഒരു സ്ഥലം, കുറേ ഏരിയാസ് ഉണ്ട്, അവർ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവരുടെ ജീവിത രീതികൾക്കൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവരധികം പുറത്തൊന്നും വരില്ല, സമൂഹമായിട്ടൊന്നും വലിയ ഇടപാടൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിലെ ചുറ്റുപാടുകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. അവരുടെ വിശ്വാസം, അവരുടെ രീതികൾ, പെരുമാറ്റങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നാം. ഇത് ആ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ആ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. അതെങ്ങനെ വന്നു കയറി, എങ്ങനെ സംഭവിച്ചു പോയി എന്ന് ചോദിച്ചാൽ ഇന്നും അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാരംഭ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പാരാസൈക്കോളജി, അനുബന്ധ മനഃശാസ്ത്രം എന്ന ഒരു വിഭാഗം ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻ്റാണ്. അവിടെ നമുക്ക് വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു സംഭവം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. അതായത് ഒരു വീട്ടിലെ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കാനായിട്ടൊരു അമ്മയും അപ്പനും ഒരു കാരണവരും കാരണവത്തിയും അവിടെ ചെന്നേക്കുകയാണ്. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുകയാണ്. യുദ്ധം നടക്കുന്നു, പടവെട്ടുന്നു, കുതിരക്കുളമ്പിടി കേൾക്കുന്നു. അവരിങ്ങനെ നോക്കുമ്പോൾ അവരതൊക്കെ കാണുന്നുണ്ട്. പിറ്റേ ദിവസം അവരിങ്ങനെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ആ വഴികളൊക്കെ വളരെ ശൂന്യമായിട്ട് കിടക്കുന്നു. അപ്പോൾ അവരിങ്ങനെ അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചു,
ഇവിടെ കഴിഞ്ഞ ദിവസം വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കഴിഞ്ഞ രാത്രി. അങ്ങനെ ആ കാരണവർ അതെല്ലാം വിശുദ്ധീകരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കും. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള കുറേ സാധ്യതകളെയും യാഥാർത്ഥ്യങ്ങളെയും അവർ മനസ്സിലാക്കിയിട്ട് അവരുടെ വിശ്വാസത്തെ അവർ സ്ഥിരീകരിക്കുകയാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ എങ്ങനെ ഇവരിങ്ങനെ ആയിത്തീർന്നു എന്നതിനുള്ളതിന് ഉള്ള പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. അപ്പോൾ സ്കിറ്റ്സോ ടൈപ്പൽ വിശ്വാസം അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള വിശ്വാസ വൈകല്യങ്ങളുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കൻ സൈക്കോളജിസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്. DSM, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു മാനദണ്ഡമുണ്ട്, ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ 2 മാനദണ്ഡങ്ങളാണ്. അപ്പോൾ DSM 5ൻ്റെ ടെക്സ്റ്റ് റിവിഷൻ 1952 മുതൽ 2026 വരെ ആ മാനദണ്ഡമാണ് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് ഒരു രോഗനിർണയത്തിന് വേണ്ടി. അതുപോലെ ലോക ആരോഗ്യ സംഘടനയുടെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അപ്പോൾ ഇത് രണ്ടും അനുസരിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. നമ്മളൊരാളെ കാണുമ്പോൾ അദ്ദേഹം രോഗിയാണോ അല്ലെങ്കിൽ രോഗി അല്ലയോ എന്ന് ചിന്തിക്കാനായിട്ട് മനഃശാസ്ത്രം നമ്മളെ അനുവദിക്കുന്നില്ല. ഒരു സൈക്കാട്രിസ്റ്റോ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന ഇത്തരത്തിലുള്ള കേസുകളൊക്കെയാണ് ഔദ്യോഗികമായിട്ട് അവർ നടത്തുന്ന പല ടെസ്റ്റുകളിലൂടെയും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രബന്ധം തയ്യാറാക്കുകയുണ്ടായി. അപ്പം അതിനുവേണ്ടി ഞാൻ നടത്തിയ ടെസ്റ്റുകളിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അതാണ്. വളരെ സങ്കീർണമാണ് നമുക്കൊരാളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസവകാലം, അദ്ദേഹത്തിൻ്റെ പ്രസവാനന്തരകാലം, അതുപോലെ ജനിച്ച കുട്ടിയുടെ അവസ്ഥകൾ, പഠനകാലം, സ്കൂളിലെ മുതിർന്ന വളരുന്ന ആ കാലഘട്ടങ്ങൾ, ഇങ്ങനെ ഓരോന്നും വ്യക്തമായിട്ട്, ജോലിസ്ഥലം, വിവാഹം കഴിച്ചപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയെ ചിലപ്പോൾ അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കാം. ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. അതുപോലെ കുട്ടിയുടെ കുട്ടിക്കാലം മുതലുള്ള ചികിത്സയുടെ സർട്ടിഫിക്കറ്റുകൾ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക രോഗം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിലോ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ വളരെ നമുക്കറിയാം എന്താണ് കുലങ്കഷമായിട്ടൊക്കെ ചിന്തിക്കണം. അല്ലാതെ വെറുതെ ഒരാളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു രോഗിയാണെന്നോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള രോഗമോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള രോഗം എന്നൊന്നും പറയുവാനായിട്ട് മനഃശാസ്ത്രം നമ്മെ അനുവദിക്കുന്നില്ല. മനഃശാസ്ത്രം എപ്പോഴും നമ്മളെ അയക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. അവർ DSM 5 ഇപ്പം അതാണ് നിലനിൽക്കുന്ന മാനദണ്ഡം അമേരിക്കൻ സൈക്കോളജിസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ICD ലോകാരോഗ്യ സംഘടനയുടെ 10ഉം 11ഉം പതിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാണ് ഒരാൾക്ക് രോഗമുണ്ടോ, ഇനി രോഗമുണ്ടെങ്കിൽ അത് മൈൽഡ് ആണോ സിവിയർ ആണോ, അതിന് ചികിത്സാ രീതി ആവശ്യമുണ്ടോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ 2 മാനദണ്ഡങ്ങളാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് നമുക്കൊരു തോന്നിയാൽ എപ്പോഴും നമുക്ക് വ്യക്തിയെ ആദ്യം ബോധ്യപ്പെടുത്തണം. വ്യക്തിക്ക് ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോഴാണ് വ്യക്തി തന്നെ സ്വയം മനസ്സോടെ ഇങ്ങനെ ഒരാളെ സമീപിക്കാനായിട്ട്, ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ സമീപിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ്, വ്യക്തി അതിന് പൂർണ്ണ സമ്മതം പ്രകടിപ്പിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ആ ചികിത്സ കൊണ്ട്, ആ ടെസ്റ്റ് കൊണ്ടൊക്കെ ഗുണം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പ്രതികൂലിച്ച് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ ഉണ്ടായെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പിലെ 3 തരക്കാരെയും ഇന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് 6ാമത്തെ ക്ലാസ്സാണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കേൾക്കണം. സൈക്കോളജി മനഃശാസ്ത്ര യാത്ര നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ആമുഖം തുടങ്ങി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, നമുക്ക് നമ്മെ മനസ്സിലാക്കാനാണ്, നമ്മെ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ടാണ്.
നമ്മെ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അതിനുള്ള ശക്തി ലഭിക്കും. അപ്പം നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് ഈ പഠനങ്ങളൊക്കെ, ഈ യാത്രകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ളൊരു വലിയ മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കും മനഃശാസ്ത്രം, എല്ലാവർക്കും മനഃശാസ്ത്രം പഠിക്കാം. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനുണ്ട്. ഒന്ന് പുസ്തകങ്ങൾ വായിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, അതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ട് ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കിക്കാണുക. ഒബ്സർവേഷൻ, നിരീക്ഷണം വളരെ നല്ലൊരു കാര്യമാണ്. ഓരോരുത്തൊക്കെ മാറുക. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. മറിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക, കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠിക്കും തോറും നമ്മുടെ മനസ്സ് ചെറുപ്പമായി വരുമെന്നറിയില്ലേ? അപ്പോൾ നമ്മൾ എന്നും പഠിക്കുന്നവരാകുക, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാകുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതണം. നിങ്ങൾക്ക് ഇനിയും അറിയുവാനായിട്ട് ആഗ്രഹമുണ്ടോ ഓരോ തലങ്ങളെയും കുറിച്ച്? അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീണ്ടും എൻ്റെ ഗവേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ കിട്ടിയ അറിവുകളെ നിങ്ങൾക്ക് വീണ്ടും പങ്കുവയ്ക്കാനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറാണെന്ന് അറിയിക്കുന്നു. വിത്രേസ്യ സ്പിരിച്വൽ സെൻറ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കൊക്കെ എപ്പോഴും നന്ദി അർപ്പിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സംരംഭം വൻ വിജയമാക്കി തീർക്കാനായിട്ട് നിങ്ങളുടെ കരങ്ങളിൽ തന്നെ വിച്ചറിച്ച സ്പിരിച്വൽ സെന്ററിനെ ഏൽപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.